സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വി ആർ ഡിസ്കസിങ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസം അല്ലേ. സോ റോൾ ബേസ്ഡ് വി ഹാവ് been discussing role based intrusion detection. Okay, so in that we discussed role based anomaly detection and role based penetration identification. Okay, and honeypots. Okay, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ ഇപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ് അടുത്ത ടോപ്പിക്. Okay, let's see what is distributed intrusion detection. Okay, so our next topic is distributed intrusion detection. Distributed intrusion detection. Okay. Distributed intrusion detection. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞതെല്ലാം സ്റ്റാൻഡേർഡ് ആണ്, ഒറ്റൊരു സിംഗിൾ സിസ്റ്റത്തിന്റെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബട്ട് ഹിയർ വി ഹാവ് ടു ഡിസ്കസ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. ദാറ്റ് മീൻസ് ഹിയർ എ ടിപ്പിക്കൽ ഓർഗനൈസേഷൻ നീഡ്സ് ടു ഡിഫൈൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് കളക്ഷൻ ഓഫ് ഹോസ്റ്റ്. ഓക്കെ, ഒരു കളക്ഷൻ ഓഫ് ഹോസ്റ്റ് അല്ല കളക്ഷൻ ഓഫ് സിസ്റ്റംസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരുമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി? വി ഹാവ് ടു പ്രൊട്ടക്ട് ഓർ വി ഹാവ് ടു secure those collection of hosts supported by a LAN or an inter network rather than a single system. അല്ല, ഒരു സിംഗിൾ സിസ്റ്റത്തിന് അപേക്ഷിച്ചിട്ട് നമ്മൾ വി ഹാവ് ടു ഡിഫെൻഡ് എ കളക്ഷൻ ഓഫ് സിസ്റ്റം. അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഒരു LAN ആയിരിക്കാം, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർ നെറ്റ്വർക്ക് ആയിരിക്കാം അല്ലേ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓൺ ഫെസിലിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വി ഹാവ് ടു പ്രൊട്ടക്ട് എ ഡിസ്ട്രിബ്യൂട്ടഡ് നമ്പർ ഓഫ് ഹോസ്റ്റ് അല്ലേ. ഒരുപാട് കളക്ഷൻ ഓഫ് ഹോസ്റ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ, ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ കുറേ കോർഡിനേഷൻസ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് അല്ലേ. ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് സപ്പോർട്ടഡ് ബൈ ഇന്റർ കണക്ഷൻസ് ലൈക്ക് interconnections like LAN instead of a single standalone system. Okay, so in distributed intrusion detection scenario we have to implement more effective defensive mechanism. So it will be achieved by coordination and cooperation among intrusion detection system across the network. അപ്പോൾ ഒരുപാട് ഒറ്റയൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിറ്റക്ഷനും ഡിഫെൻസീവ് മെക്കാനിസം ആയിരിക്കും നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി വി നീഡ് മോർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റംസ് അല്ലേ. നമ്മൾ കുറച്ചും കൂടി കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നല്ല കോപ്പറേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് എന്നതിന് ഒരു കോപ്പറേറ്റീവ് മെക്കാനിസത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സം മേജർ ഇഷ്യൂസ് ഉണ്ട്. ചില ഇഷ്യൂസ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിസ്റ്റം അല്ലെ. വേറെ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് സിസ്റ്റം
will be dealing with large number of systems. So definitely it will be more complicated than using a single alone system. Okay. Okay. ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹെറ്ററോജിനിറ്റി ആണ്. മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹെറ്ററോജിനിറ്റി അല്ലേ. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ all system, different kinds of systems are there, and these systems are operating with different modes അല്ലെ. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇതിൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ചെയ്യുന്നത് ഓരോ രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും, ഓരോ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും, ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ അത്രയും ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ഹെറ്ററോജിനിറ്റി എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അതിനെന്തായിരിക്കും, ആ ഹെറ്ററോജിനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വരുമോ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അമ്മയെ ക്ലിയർ അല്ലേ? So different mechanisms should be implemented to effective defensive. Effectively, we have to defend. To defend effectively, definitely we need to implement different mechanism, different intrusion detection technique, because our system is heterogeneous, because a collection of systems are used, and these systems are operating with different softwares, different operations, different applications. അപ്പം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെക്കാനിസംസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഹെറ്ററോജിനിറ്റി എന്ന് പറയുന്നത് ഒരു മേജർ ഇഷ്യൂ ആണ്. മറ്റേതാണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണെങ്കിൽ that particular system will be dedicated for one particular operation or one particular program or ഒറ്റ OS ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാം, ഡിഫറെന്റ് പ്രോഗ്രാംസ് യൂസ് ചെയ്യാം. സോ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫൻസീവ് മെക്കാനിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രിറ്റിയാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി പഠിച്ചാണ്. സോ one or more nodes in the network will serve as correction and analysis points for the data from system on the network. So actually ഇപ്പോൾ നമ്മുടെ ഓഡിറ്റ് ഡാറ്റ ഉണ്ടാവും, സമ്മറി ഡാറ്റ ഉണ്ടാവും അല്ലേ. അപ്പം എന്താ ഉണ്ടാവുക, ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പാടില്ല, അൾട്ടർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഇന്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡാറ്റ ഷുഡ് ബി പ്രിവെന്റഡ് ഫ്രം അൾട്ടറേഷൻ. ഓക്കെ, അപ്പം വി നീഡ് ടു prevent an intruder from masking his or her activities by altering the transmitted audit information. അപ്പോൾ ഓഡിറ്റ് ഡാറ്റ ഉണ്ടാവും, സമ്മറൈസ്ഡ് ഡാറ്റ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, ഇൻട്രൂഡർ അൾട്ടർ ചെയ്യാൻ പാടില്ല. അതിനാണ് ഇന്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഡിഫറെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവുക. സോ ദ ഡാറ്റ ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. അത്രയും സെക്യൂർഡ് ആയിട്ട് നമ്മൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ആ വാല്യൂ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, സെക്യൂരിറ്റി. നമ്മൾ ഒറ്റ ഒരാൾ ആയിരിക്കില്ല ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് വി ആർ യൂസിങ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം ഒരുപാട് സിസ്റ്റംസ് നമ്മൾ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, ഈ സിസ്റ്റംസ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത്രയും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഒരു ഡാറ്റ വേറെ ഒരുപാട് സിസ്റ്റത്തിലുള്ള ഡാറ്റ ആയിരിക്കണം. അപ്പം അത് അത്രയും സെക്യൂർഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ഓഡിറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ അത്രയും സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. സിമിലർലി ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ, എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യും ഓരോ സിസ്റ്റത്തിന്റെയും അല്ലേ. സോ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ലാൻ ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഇന്റർ കണക്ഷൻ ആയിരിക്കാം, നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡിഫറെന്റ് ഓഡിറ്റ് റെക്കോർഡ്സ് ഉണ്ടാവും. അതൊക്കെ എന്തായിരിക്കണം, അൾട്ടർ ചെയ്യാതെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ മേജർ ഇഷ്യൂസ് ആണ്. അതായത് ദീസ് ആർ ദ മേജർ ചലഞ്ചസ് വൈൽ we are introducing a distributed network for intrusion detection. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് these are the major issues. Heterogeneity, integrity and confidentiality are major issues for defending our system from intrusion attack. ഓക്കെ, അപ്പോൾ ഇത്രയും മേജർ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൽ 2 types of mechanisms നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, 2 ടൈപ്പ് മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഒന്നാമത്തെന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് മെത്തേഡ്, സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയും. ഓക്കെ, സെൻട്രലൈസ്ഡും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ. സെൻട്രലൈസ്ഡ്
Two types of architectures are involved. The first one is centralized architecture and second is decentralized. Okay, decentralized architecture. For centralized architecture എന്ന് എന്തായിരിക്കും? A single center point. Single central point is used to used for collecting and analyzing all audit data. അപ്പോൾ ഒറ്റൊരു സിംഗിൾ സെൻട്രൽ പോയിന്റ് ആയിരിക്കും എല്ലാ ഓഡിറ്റ് ഡാറ്റയെയും കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക അനലൈസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കളക്ട് ചെയ്യാൻ അനലൈസ് ചെയ്യാനും വി ആർ യൂസിങ് ഓൺലി സിംഗിൾ സെൻട്രൽ പോയിന്റ്. ഒറ്റൊരു സിംഗിൾ സെൻട്രൽ പോയിന്റ് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാം. അപ്പോൾ ഈ പറയുന്ന നെറ്റ്വർക്സിനെല്ലാം കൂടി വിൽ ജനറേറ്റ് എ സിംഗിൾ പോയിന്റ് അല്ലെ, വിൽ പ്രിപ്പയർ എ സിംഗിൾ സെൻട്രൽ പോയിന്റ് ഫോർ കളക്ടിങ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സിസ്റ്റത്തിന്റെയും ഓഡിറ്റ് ഡാറ്റയും ബാക്കി പ്രീവിയസ് ഹിസ്റ്ററീസ് ഒക്കെ ആയിരിക്കും കളക്ട് ചെയ്യാം, ഒറ്റൊരു സെൻട്രൽ പോയിന്റിലായിരിക്കും കളക്ട് ചെയ്യാം. ആ ഒറ്റൊരു സെൻട്രൽ പോയിന്റിന് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഡിഫൻസീവ് മെക്കാനിസത്തിനെയാണ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാം, സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയാം. അത് ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത് എല്ലാവർക്കും? കാവ്യ, distributed network with two types of architectures are there. First one is centralized architecture. In centralized architecture, we are using a single central point to collect and analyze audit data. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? ഓഡിറ്റ് ഡാറ്റ ഓർ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒറ്റൊരു സിസ്റ്റത്തിലായിരിക്കും, അല്ല ഒറ്റൊരു സെൻട്രൽ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ? എന്തായിരിക്കും? അല്ലെങ്കിൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇനി ഓക്കെ, നമുക്കത് പറയാം. അതിന് മുമ്പിൽ ഡീസെൻട്രലൈസ്ഡ് ആണ്, അന്നേരം കറക്റ്റ് മനസ്സിലാവും. സോ ഇൻ ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ there are more than one analysis center, but these must coordinate their activities and exchange information. അപ്പോൾ ഒരുപാട് സെന്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് സെന്റേഴ്സ് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡീസെൻട്രലൈസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് പോയിന്റ്സ് ആർ ദെയർ, ഡിഫറെന്റ് ഹബ്സ് ആർ ദെയർ ടു കളക്ട് അവർ ഓഡിറ്റ് ഡാറ്റ ആൻഡ് അനാലിസിസ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ചിലപ്പം ഈ ഡാറ്റേസ് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. Data will be exchanged between these points. But instead of using a single central point, number of analysis centers will be involved to collect or analyze our audit data. Okay, but these points should be coordinated. അല്ലേ, അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു കോർഡിനേഷൻ ഉണ്ടാവും. And they use it to exchange information. The collected information will be exchanged through these points. Okay, instead of using a single central point, നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന, ഡിഫറെന്റ് സെന്റേഴ്സ് വിൽ ബി യൂസ്ഡ് അല്ലെ, ഡിഫറെന്റ് അനാലിസിസ് സെന്റേഴ്സ് വിൽ ബി യൂസ്ഡ്. അപ്പോൾ ഡിഫറെന്റ് അനാലിസിസ് സെന്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് അനാലിസിസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം അല്ലെ. ഈ ഇത് തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും, ഈ അനാലിസിസ് സെന്റേഴ്സ് തമ്മിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ കോർഡിനേഷൻ. ആൻഡ് ഇവർ തമ്മിൽ എന്ത് ചെയ്യാം, ഡേറ്റ വിൽ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദീസ് അനാലിസിസ് സെന്റേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അങ്ങനെ രണ്ട് രീതിയിലുള്ള ആർക്കിടെക്ചർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ ടു ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആർ ഇൻവോൾവ്ഡ്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ. അപ്പോൾ ഇത് രണ്ടിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായിരിക്കും അമ്മായ? സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിന്റെ what is the major advantage of centralized architecture? ഇതായിരിക്കും ശ്രുതി, ആരെങ്കിലും പറ. കേൾക്കുന്നില്ല പറയുന്നത്? എന്തായിരിക്കും സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ യൂസിങ് വൺ സിംഗിൾ പോയിന്റ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ ആക്ച്വലി? നമുക്ക് എന്താ വേണ്ട, ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ആവശ്യമില്ല, നമുക്ക് ഇംപ്ലിമെന്റേഷൻ വളരെ എളുപ്പമാണ്. വി ആർ യൂസിങ് ഓൺലി വൺ സിംഗിൾ പോയിന്റ്, അത് മാത്രമേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദ കോംപ്ലക്സിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് അല്ലെ. ഒറ്റ ആൾ തന്നെ ആയിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഡിഫറൻസ് പിന്നെ സെന്റേഴ്സ് ഉണ്ടാക്കി അത് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല.
ഹി ക്യാൻ എന്താ പറയുക ഒറ്റൊരു സെൻട്രൽ പോയിന്റിന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ദ ഇംപ്ലിമെന്റേഷൻ ഈസ് സോ സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പം ഒരുപാട് പിന്നെ പാർട്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ഹോസ്റ്റുകൾ നമ്മൾ പിന്നെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് അനാലിസിസ് സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും ഒന്നും ഇതിനില്ല. സിംഗിൾ പോയിന്റ് ഓപ്പറേഷന് ഇല്ല അല്ലെ? സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിനില്ല. പക്ഷെ ഇതിന്റെ ഒരു ഫെയിലിയർ എന്തായിരിക്കും? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് ദിസ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും നച്ചികേതസ? നച്ചികേതസ് കേൾക്കുന്നില്ല? നച്ചികേതസ എന്തായിരിക്കും? അപ്പൊ ഇതിന് ഈ സിംഗിൾ സെൻട്രൽ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നല്ല. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ നമ്പർ ഓഫ് സെൻട്രൽ പോയിന്റ്സ് വി ആർ യൂസിങ് എ സിംഗിൾ സെൻട്രൽ പോയിന്റ്. അപ്പൊ ആ സിംഗിൾ സെൻട്രൽ പോയിന്റ് എന്തെങ്കിലും ഒരു ഫെയിലിയർ പറ്റിയ എന്തായി? നമ്മുടെ കംപ്ലീറ്റ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം പോയി. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ബിക്കോസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഈസ് കൺട്രോൾഡ് ബൈ ദാറ്റ് സിംഗിൾ സെൻട്രൽ പോയിന്റ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഫെയിലിയർ, എന്തെങ്കിലും ഒരു ഡാമേജ് അതിന് പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എൻറ്റയർ നമ്മുടെ ഡിറ്റക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡാമേജ് ആവും. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ആക്ച്വലി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സെൻട്രൽ പോയിന്റിന്റെ അഡ്വാൻറ്റേജും ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിന്റെ അഡ്വാൻറ്റേജും. ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ സെൻട്രൽ പോയിന്റ് വി ആർ യൂസിങ് ഡിഫറെന്റ് അനാലിസിസ് സെന്റേഴ്സ്. അപ്പൊ എന്ത് ചെയ്യാം? ഒറ്റ ഒന്നിന് ബ്രേക്ക് പറ്റിയാലും ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിറ്റക്ഷൻ സിസ്റ്റം മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്, ഐ മീൻ ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ? എന്തായിരിക്കും? എന്തായിരിക്കും അമായ? പറഞ്ഞോ. ഇംപ്ലിമെന്റേഷൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും. ബിക്കോസ് വി നീഡ് ടു ഇംപ്ലിമെന്റ് ലോട്ട് ഓഫ് അനാലിസിസ് സെന്റേഴ്സ് അല്ലെ? മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു ഡെവലപ്പ് എ കോർഡിനേഷൻ പ്രോഗ്രാംസ് അല്ലെ? അതുമായിട്ടുള്ള എക്സ്ചേഞ്ചിങ്ങും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഡാറ്റ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള കോർഡിനേഷനൊക്കെ വി ഹാവ് ടു ഡെവലപ്പ് ദോസ് പ്രോഗ്രാംസ് അല്ലെ? ദി ഇംപ്ലിമെന്റേഷൻ ഈസ് കോംപ്ലക്സ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സിംഗിൾ സെൻട്രൽ പോയിന്റ് വി ഹാവ് ടു ഇംപ്ലിമെന്റ് എ ലോട്ട് ഓഫ് അനാലിസിസ് സെന്റേഴ്സ്. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഏതെങ്കിലും ഒന്നിന് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഈ വൺ ഓഫ് ദി സിസ്റ്റംസ് ഫെയിലിയേഴ്സ് ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ എൻറ്റയർ ഡിറ്റക്ഷൻ മെക്കാനിസം. ആ ഡിറ്റക്ഷൻ മെക്കാനിസത്തിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാധിക്കൂല, ഏതെങ്കിലും ഒന്ന് ഫെയിലിയർ ആയാലും പോലും. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നടക്കുന്നത്. So instead of using a single system, instead of detecting intrusion of a single system, we have to consider the whole network supported by a LAN or interconnections, etc. Okay. അപ്പോൾ അതിന്റെ ആർക്കിടെക്ചർ പറഞ്ഞാൽ ഇനി നമ്മൾ അതിന്റെ ജസ്റ്റ് ഒരു ഫിഗർ ഉണ്ട് പറയാം. ആർക്കിടെക്ചർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, എ ബേസിക് ഫിഗർ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം.
ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരച്ചെടുക്കുക കേട്ടോ. The simplest form of representation of distributed intrusion detection. Complete ചെയ്തോ? അഫ്ല കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, വരച്ചോ എല്ലാവരും. കാവ്യ? ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് എ ആർക്കിടെക്ചർ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഓക്കെ, ഇതിൽ ഇവിടെ വരച്ച ഒരുപാട് സിസ്റ്റം, ഒരുപാട് ഹോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരുപാട് ഹോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ റൗട്ടർ വെച്ചിട്ടുണ്ട്. ഇതിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹോസ്റ്റ് ആണ്. ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ these hosts will be interconnected through router to a wide area network. Okay, ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഫോർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മൂന്ന് മെയിൻ കമ്പണൻസ് ഉണ്ട്. ഓക്കെ, മൂന്ന് മെയിൻ കമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നോക്കുക. ഒന്നാമത്തത് ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ. ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ ഒന്നാമത്തെ. ആൻഡ് സെക്കൻഡ് ഈസ് LAN monitor agent module. LAN monitor agent module. And next is central manager module. Central manager module. Okay, so these are the three modules in distributed intrusion detection system. The first one is host agent module, second is LAN monitor agent module, and third is central manager module. So these modules are shown in figure. Okay, this is LAN monitor module and agent module. Okay, you can see agent monitor module in every host. Okay, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. Similarly, we have a central manager and there is a central manager module. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ an audit collection module ആണ്. It acts as an audit collection module operating as a background process on a monitored system. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കും. ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കുന്നത് there will be a corresponding host agent module. That host agent module will collect the audit data from this particular ഇതാണ് ഈ ഹോസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ മുഴുവൻ. ആ പെർട്ടിക്കുലർ ഹോസ്റ്റിലുള്ള ഓഡിറ്റ് ഡാറ്റ മൊത്തം എന്ത് ചെയ്യും, ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ കണക്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ ഉണ്ടല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ എന്താ ചെയ്യുക, അവിടെയുള്ള ആ പെർട്ടിക്കുലർ ഹോസ്റ്റിലുള്ള ഓഡിറ്റ് ഡാറ്റ കളക്ട് ചെയ്യും. സോ ദ ഫംഗ്ഷൻ ഓഫ് ദറ്റ് ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ ഈസ് ടു കളക്ട് audit data from that particular host
and operating as a background process. അല്ല, അതൊരു മോണിറ്ററിംഗ് സിസ്റ്റം ആയിരിക്കും. ആ പെർട്ടിക്കുലർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഓഡിറ്റ് ഡാറ്റ മുഴുവനുള്ള ബാക്കപ്പ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ദ ഓഡിറ്റ് റെക്കോർഡ് വിൽ ബി പ്രിപ്പയർഡ് യൂസിങ് ഏജന്റ് മൊഡ്യൂൾ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായിരിക്കും ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സിമിലർലി വി ഹാവ് എ ലാൻ മോണിറ്റർ ഏജന്റ് മൊഡ്യൂൾ അല്ലേ, ലാൻ മോണിറ്റർ ഏജന്റ് മൊഡ്യൂൾ ഇവിടെ കാണിച്ചു, ലാൻ മോണിറ്റർ ഏജന്റ് മൊഡ്യൂൾ. അപ്പം ആക്ച്വലി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം ഫാഷൻ, അതായത് ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ലാൻ ട്രാഫിക് കൂടി ഇവിടെ അനലൈസ് ചെയ്യും. മനസ്സിലാകുന്നല്ലോ പറയുന്നത്? അപ്പോൾ ഹോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ എന്താ പറയുന്നത് ചെയ്യുന്നത്, കളക്ട് ഓഡിറ്റ് ഡാറ്റ, collect audit data of particular host. Okay, and LAN monitor agent module will audit data collecting. Similarly, it will analyzes LAN traffic. A particular LAN data റേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. അനലൈസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ലാൻ മോണിറ്റർ ഏജന്റ് മോഡ്യൂൾ ചെയ്യും. ഓക്കെ, മനസ്സിലാകുന്നല്ലോ പറഞ്ഞു. അപ്പൊ ഈ കളക്ട് ചെയ്ത ഓഡിറ്റ് ഡാറ്റയും അതുപോലെ തന്നെ ഈ അനലൈസ് ചെയ്യുന്ന ലാൻഡ് ട്രാഫിക് ഡാറ്റയൊക്കെ എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ ഈ സെൻട്രൽ മോണിറ്ററിലേക്ക് പാസ് ചെയ്ത് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിന്നുള്ള ഓരോ ഓഡിറ്റ് ഡാറ്റയും ഈ സെൻട്രൽ മാനേജറിലേക്ക് പോകും. അപ്പൊ ഇതിവിടെ കാണിച്ചിരിക്കുന്ന ആക്ച്വലി എന്താണ്, സെൻട്രലൈസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ്. അപ്പൊ ഈ കളക്ട് ചെയ്യുന്ന ഓഡിറ്റ് ഡാറ്റ എല്ലാം എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യാം, ഇതാ ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് ഓരോന്നും കളക്ട് ചെയ്ത് റൂട്ടർ വഴി ഈ സെൻട്രൽ മോണിറ്ററിലേക്ക് മാനേജർ മോഡ്യൂളിലേക്ക് പോകും. അപ്പോൾ സോ ലാൻ മോണിറ്റർ വിൽ ഓൾസോ കളക്ട് ദ ലാൻ ട്രാഫിക് ഡാറ്റ, അല്ല ലാൻ അനാലിസിസും കൂടി നടത്തും. ആൻഡ് ദോസ് ഡാറ്റ വിൽ ബി ഗിവൺ ടു അവർ സെൻട്രൽ മോണിറ്റർ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അജ്മിന ക്ലിയർ ആവുന്നുണ്ടോ? അജ്മിന ഇല്ലല്ലോ. അഞ്ജലി, ശ്രുതി മനസ്സിലാവുന്നില്ല പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഈ സെൻട്രൽ മാനേജറിലേക്ക് എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ ആണ് നമ്മൾ പഠിച്ച സെൻട്രൽ മാനേജർ മൊഡ്യൂൾ. സെൻട്രൽ മാനേജർ മൊഡ്യൂൾ എന്താ സംഭവിക്കുന്നത്, receives reports from LAN monitor and host agents and processes and correlates these reports to detection. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന ഈ ഹോസ്റ്റ് മൊഡ്യൂളിനും അതുപോലെ തന്നെ ലാൻ മൊഡ്യൂളിൽ നിന്നുള്ള ലാൻ മോണിറ്റർ ഏജന്റ് മൊഡ്യൂളിൽ നിന്നുള്ള കളക്ഷൻ റിസീവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രിപ്പയർ അല്ല റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രാംസ് റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മുഴുവൻ എവിടെ ആയിരിക്കും ഉണ്ടാവുക, ഈ സെൻട്രൽ മാനേജർ മൊഡ്യൂളിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മുടെ ഓഡിറ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്തു, സെൻട്രൽ മാനേജർ മൊഡ്യൂൾ കളക്ട് ചെയ്തു. ആ പെർട്ടിക്കുലർ ലാൻഡ് അനാലിസിസ് ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വിൽ പ്രിപ്പയർ ആൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസം ടു പ്രിവെന്റ് അൺഓത്തറൈസ്ഡ് ആക്സസ് ഓഫ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് സെൻട്രൽ മാനേജർ മൊഡ്യൂളായിരിക്കും എന്ത് ചെയ്യുക, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസംസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിസ്റ്റം വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ ഓഡിറ്റിംഗ് ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഏത് OS യൂസ് ചെയ്താലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് OSലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് ഓഫ് OS and auditing implementation. This can be compatible or with different OSs, different operating systems, as well as auditing implementation. Okay. മനസ്സിലാവും. അപ്പോൾ ഡിഫറെന്റ് OS എന്നുള്ള റിപ്പോർട്ട്സ് ആണെങ്കിലും അതിന് they can correlate and coordinate and prepare file for intrusion detection. അപ്പോൾ അതാണ് ഇതിൽ നടക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏജന്റ്. നമ്മളിപ്പോൾ ഏജന്റ് പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് ഓരോ ഹോസ്റ്റിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഏജന്റ്സിനെ നമ്മൾ കണ്ടു അല്ലെ. ലാൻഡ് മോണിറ്ററിംഗ് ഏജന്റ് ഉണ്ട്, സിമിലർലി ഹോസ്റ്റ് മോണിറ്റർ ഏജന്റ് മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഈ ഏജന്റ് മൊഡ്യൂളിന്റെ പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. സോ അതിനൊരു ഫിഗർ ഉണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണ്. അടുത്ത
നാളെ നമുക്ക് ബാക്കി പഠിക്കാം. ഓൾമോസ്റ്റ് ഈ മൊഡ്യൂള് നമുക്ക് പെട്ടെന്ന് തീർക്കാം. രണ്ടോ മൂന്നോ ക്ലാസ് ഉണ്ട്. കൺക്ലൂഡ് ദിസ് മോഡ്യൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചെന്താ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ പറ. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ് പഠിച്ചത് അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സിംഗിൾ അലോൺ സിസ്റ്റം, ഇൻസ്റ്റെഡ് ഓഫ് മോണിറ്ററിങ് എ സിംഗിൾ സിസ്റ്റം, വി ആർ ഇംപ്ലിമെന്റിങ് എ intrusion detection mechanism for an entire distributed network. Okay, അപ്പോൾ അതവിടെ വ്യത്യാസം. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്പർ ഓഫ് സിസ്റ്റംസ് വിൽ ബി എംപ്ലോയിഡ് ഇൻ ഓപ്പറേഷൻ. അപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്ത് അതിന് വേണ്ട ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന മേജർ ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ്? ഹെറ്ററോജിനിറ്റി അല്ലേ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് OSS അതിൽ യൂസ് ചെയ്യുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. അപ്പം ഡിഫറെൻറ്റ് ടൈമിലൂടെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കാം. സോ that is the main challenge. So the heterogeneity of operation, and the second is integrity. That means the collected audit report should be kept without altering, and confidentiality. For distributed network ആകുമ്പോൾ different system ഉണ്ടാകും. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പോൾ we should keep the confidentiality of different systems. അപ്പോൾ അതൊക്കെയാണ് മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? The architecture of distributed system. Distributed intrusion detection can be classified as two. The first one is centralized system and the second one is decentralized system. In centralized system, a single central point is used to collect and analysis or audit data. All audit data collect and analysis, and we are using a single central point. Okay, but in the case of a decentralized system, we are using number of analysis centers and they are interconnected. They will be coordinated each other and they can exchange audit data. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡ്രോബാക്കും അതിൻ്റെ അഡ്വാൻറ്റേജും നമ്മൾ പഠിച്ചു. സെൻട്രലൈസ്ഡ് സിസ്റ്റം ഈസ് വെരി ഈസി ടു ഇംപ്ലിമെന്റ് അല്ലേ. വി ആർ യൂസിങ് എ സിംഗിൾ സെൻട്രൽ പോയിന്റ്, ബട്ട് ദ ഫെയിലിയർ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം വിൽ എഫക്ട് എൻറ്റയർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസം. ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസം, the implementation is so difficult because we have to implement different analysis centers അല്ലേ. ഓരോ അനാലിസിസ് സെന്റേഴ്സ് ഉണ്ടാക്കേണ്ടി വരും. ബട്ട് ഈ ഒരു സിസ്റ്റം ഈ ഒരു ഡ്രോബാക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ദ ഫെയിലിയർ ഓഫ് വൺ സിസ്റ്റം വിൽ നോട്ട് അഫക്ട് ദ എൻറ്റയർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഓക്കെ, അത്രയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു ആർക്കിടെക്ചർ, ബേസിക് ആർക്കിടെക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം ഹിയർ വി ആർ യൂസിങ് 3 types of mechanisms അല്ലെ, 3 types of modules. ഏജന്റ് മൊഡ്യൂൾ, പോസ്റ്റ് ഏജന്റ് മൊഡ്യൂൾ, ലാൻഡ് മോണിറ്റർ ഏജന്റ് മൊഡ്യൂൾ, സെൻട്രൽ മൊഡ്യൂൾ. അപ്പം ഏജന്റ് മൊഡ്യൂളും ലാൻഡ് മോണിറ്റർ മൊഡ്യൂളും ഓഡിറ്റ് ഡാറ്റ കളക്ട് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു സെൻട്രൽ മാനേജർ മൊഡ്യൂൾ. ആൻഡ് സെൻട്രൽ മാനേജർ മൊഡ്യൂൾ വിൽ പ്രിപ്പയർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെക്കാനിസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. ക്ലിയർ ആയ പറഞ്ഞ എല്ലാവർക്കും? ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.